ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഓപ്പൺ കോഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. കഴിഞ്ഞ വർഷം 2024 നവംബറിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് സ്ഥിരമായി ചോദിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ വർഷം 26 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 2 മാർക്കിന് ചോദിച്ചു. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് 2 മാർക്കിന്. ദെൻ ലാനും വാനും, ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും 2 മാർക്കിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിസ്ക്രൈബ് നോട്ട്ബുക്ക് ആൻഡ് നെറ്റ്ബുക്ക്. നമ്മൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഡെസ്ക് ടോപ്പ്, ലാപ്ടോപ്പ്, നോട്ട്ബുക്ക്, നെറ്റ്ബുക്ക്, ഈ 4ഉണ്ട്. അപ്പോൾ ഈ 4ഉം പഠിച്ചു വെക്കണം. അതിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കാറുണ്ട്. ദെൻ വൈ ഡു യു യൂസ് സ്റ്റോറേജ് ഡിവൈസസ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ്. ഇത് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. ഈ സ്റ്റോറേജ് ഡിവൈസ് അത് 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി സ്റ്റോറേജും ടെമ്പററി സ്റ്റോറേജും, അതേപോലെ സെക്കൻഡറി സ്റ്റോറേജ് പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിഫറെൻറ്റ് ഡിവൈസസ്, ഹാർഡ് ഡിസ്ക്, SSD, USB ഡ്രൈവ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിവൈസൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് 5 മാർക്കിന് ചോദിച്ചു. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ഇതും മുൻ വർഷങ്ങളിലൊക്കെ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് 1-ൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റം. ആ ഒരു ഏരിയ എവിടെ നിന്നാണോ ചോദിക്കുന്നത് അതേ ഏരിയ തന്നെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റ് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു 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 PDF ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് നോക്കിയാൽ, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ PDF. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓരോന്ന് 2 മാർക്കിന് 2 പോയിന്റ് വെച്ചും, അതേപോലെ 5 മാർക്കിന് 5 പോയിന്റ് വെച്ച് എഴുതിയിട്ടുണ്ട്. ദെൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഡിവൈസസ്. ജസ്റ്റ് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഉപയോഗിക്കാം. ദെൻ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് 18 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് 26 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നു. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഹൗ ടു ക്രിയേറ്റ് ആൻഡ് യൂസ് ബുക്ക് മാർക്സ്. നമ്മൾ വേർഡിൽ എങ്ങനെയാണ് ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബുക്ക് മാർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ വലിയ ഡോക്യുമെൻ്റ് ആവുന്ന സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷൻ നമുക്ക് വീണ്ടും അതിലേക്ക് വരേണ്ടതുണ്ടെങ്കിൽ നമ്മളവിടെ ബുക്ക് മാർക്ക് കൊടുത്തു വെച്ചാൽ നമുക്ക് വീണ്ടും ആ പോർഷനിലേക്ക് ജസ്റ്റ് പെട്ടെന്ന് എത്താൻ കഴിയും. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ വൈ ഡു യൂസ് ഓട്ടോ കറക്റ്റ്. ഈ ഓട്ടോ കറക്റ്റ്, ബുക്ക് മാർക്ക്, ഇതൊക്കെ മുൻ വർഷങ്ങളിലുള്ളതാണ്. ഹൗ വിൽ യു യൂസ് ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ടൂൾ. ഇതും എല്ലാ വർഷവും ഉള്ളതാണ്. നിർബന്ധമായിട്ട് നോക്കി വെക്കേണ്ടതാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്. അപ്പോൾ അത് 2 മാർക്കിന് ചോദിച്ചു. ദെൻ ഹൗ ഡു യു ക്രിയേറ്റ് എ മാക്രോ മെയിൽ മെർജ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. മാക്രോ മെയിൽ മെർജ് ഉണ്ടോ, വാട്ട് ഈസ് മെയിൽ മെർജ്, ഹൗ ടു യൂസ് മെയിൽ മെർജ് ഇൻ വേർഡ്. 5 മാർക്കിന് ചോദിച്ചു. മെയിൽ മെർജ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. നിർബന്ധമായിട്ടും 100% പഠിച്ചു വെക്കേണ്ടതാണ് മെയിൽ മെർജ്. ദെൻ പേജ് ഫോർമാറ്റിംഗ്, അതായത് പേജിൻ്റെ മാർജിന്, ബോർഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമാറ്റിങ്ങിൽ വരിക. അതേപോലെ മാക്രോ റിപ്പീറ്റഡ്ലി നമുക്ക് ചില കാര്യങ്ങൾ ഫോർമാറ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റു പല സ്ഥലത്തും ഒരേ സാധനം ഉപയോഗിക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് മാക്രോ. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് 2 മാർക്കിന്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം PDF-ൽ ഈ കാര്യങ്ങളൊക്കെ 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ജസ്റ്റ് അത് റെഫർ ചെയ്ത് നോക്കാൻ പറ്റും. ദെൻ യൂണിറ്റ് 3ൽ നിന്ന് 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 1-ൽ നിന്നും യൂണിറ്റ് 3ൽ നിന്നും 26 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ വേസ് ഓഫ് ക്രിയേറ്റിംഗ് എ വർക്ക്ഷീറ്റ്. എക്സലിൽ ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, 2 മാർക്കിന് ചോദിച്ചു. ഡിസ്കസ് ദ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റേഴ്സ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഏതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള 2 മാർക്കിന് ചോദിച്ചു. ദെൻ ഇവിടെയും വാട്ട് ഈസ് ഫോർമാറ്റിംഗ്. അപ്പോൾ നമ്മൾ വേർഡിൽ പേജ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാലും എക്സലിൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാലും ഒക്കെ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റും സെല്ലും ഒക്കെ ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ദെൻ റൈറ്റ് നോട്ട്സ് ഓൺ പിവോട്ട് ടേബിൾ ആൻഡ് പിവോട്ട് ചാർട്ട്സ് 5 മാർക്ക്. ഞാൻ നേരത്തെ മെയിൽ മെർജ് പറഞ്ഞ പോലെ എക്സലിൽ 100% ഉറപ്പിക്കാവുന്നതാണ് പിവോട്ട് ടേബിളും പിവോട്ട് ചാർട്ടും. നമുക്ക് സമ്മറൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 5 മാർക്കിനുള്ളത് നിങ്ങൾക്ക് ഷുവറായിട്ടും 5 മാർക്കിനോ 10 മാർക്കിനോ പ്രതീക്ഷിക്കാം. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ്? മൈക്രോസോഫ്റ്റ് എക്സലിൽ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. അതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ചാർട്ടുകൾ ഉണ്ട് എന്നുള്ളത് 5 മാർക്കിന് ചോദിച്ചു. ദെൻ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്, ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് എക്സാമ്പിൾ സഹിതം 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഒരുപാട് ഫങ്ഷൻസ്, മാക്സിമം കാണാൻ മാക്സ്, സമ്മ് കാണാൻ സമ്മ്, ആവറേജ് കാണാൻ എ വി ജി, കൗണ്ട് കാണാൻ കൗണ്ട്, ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ്, ഫോർമുല എന്താണ്, എങ്ങനെയാണ് ഫോർമുല യൂസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ അവസാനത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ PDF-ൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും 5 മാർക്കിന് 10 മാർക്കിന് എത്രയാണെന്നൊക്കെ ഉള്ളത് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റ് യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റിൽ നിന്ന് പലപ്പോഴും എക്സാമിന് ചോദ്യങ്ങൾ കുറവാണ് ഉണ്ടാവാറുള്ളത്. 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അതിൽ എല്ലാ വർഷവും ചോദിക്കുന്നതാണ് വേർഡ് ആർട്ട്. ഈ വേർഡ് ആർട്ടിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ദെൻ ഓർഗനൈസേഷണൽ ചാർട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ ആനിമേറ്റഡ് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡഡ് സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയാണ് പവർ പോയിന്റ് പ്രസൻറ്റേഷനിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ എന്ന് പറഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ആണ്. അങ്ങനെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം 4ാമത്തെ യൂണിറ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ 2023, 22, 21 ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി ആകെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. താങ്ക് യു.